പോലീസ് പാർട്ടിയും റിലേറ്റീവ്സും പോയിട്ടുണ്ട്. അവർ ഗോഹട്ടിലെത്തിയേ ഉള്ളൂ. മിക്കവാറും വൈകുന്നേരത്തോടുകൂടിയൊക്കെ സ്പോട്ടിലെത്തത്തുള്ളൂ. എല്ലാം ആയി. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹകരിച്ചതിന് വേണ്ടി നിന്നതാണ്. സാരി എടുക്കുന്നതിനും മറ്റു കാര്യങ്ങളും ബ്ലൗസിൻ്റെ അളവ് കൊടുക്കുന്നതിനും ഒക്കെ വളരെ ഇതായിട്ട് നിന്നത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു ഇത് അതിനകത്ത് ഉള്ളിൽ ഒളിച്ചിരുന്നെന്നോ ഇനി ആരെങ്കിലും പ്രേരിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് സംശയമുണ്ട്. നവീൻ എന്ന് പറയുന്ന ആളായിട്ട് അറിയാം എൻ്റെ ഹസ്ബൻഡാണെന്ന്. പക്ഷെ പുള്ളിയുടെ അത്ര കോണ്ടാക്റ്റ് കൂടുതലില്ല. പക്ഷെ അറിഞ്ഞിടത്തോളം പുള്ളി അത്ര ശരിയല്ല. അതൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അവരിനി എന്തെങ്കിലും പ്രേരണ കൊടുത്താണോ ആ ഫ്രണ്ട്ഷിപ്പ് വളരെ അടുത്തു. അതിലെന്താണ് ഉള്ളത് നമുക്കറിയില്ല. സാധാരണ ഫ്രണ്ട്സാണ്. അത് കവിഞ്ഞിനി അവരൊക്കെ എന്താണോ നമുക്കറിയാൻ നോക്കില്ല. ഒരു പ്രാവശ്യം വണ്ടിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ ബാക്കിയുള്ള എന്തിനാണ് വരുന്നത് എന്ന് വെച്ചാൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു മനുഷ്യൻ ഈ ലൊക്കേഷനിലുള്ള ഒരു മനുഷ്യൻ ആരും ചെക്ക് ചെയ്യില്ല. അതെ, ഒരു സംശയം ഈ പ്രദേശങ്ങളിൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ 3 കൂട്ട ആത്മഹത്യ ഉണ്ടായത്. അത് ഇവിടെയല്ല ഉണ്ടായത്, അരുണാചൽ പ്രദേശിലാണ്. വട്ടിയൂർക്കാവ് സ്വദേശികളായിട്ടുള്ള 3 പേരാണ്. ദേവി, അവരുടെ ഭർത്താവ് നവീൻ, അതുപോലെ തന്നെ ഇവരുടെ 2 പേരുടെയും സുഹൃത്തായിട്ടുള്ള ആര്യ. ഈ 3 പേരാണ് ശരീരത്തിൽ മുറിവുകളും മറ്റുമായി വളരെ ദുരൂഹ സാഹചര്യത്തിൽ അരുണാചലിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യയുടെ വീട്ടിലാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്യാണ പന്തൽ ഇടേണ്ട സ്ഥലമാണ്. ആളുകളെല്ലാം വിളിച്ചുകൂട്ടി അതിൻ്റെ എല്ലാ അവസാന തിരക്കുകളിലായിരുന്നു. പക്ഷേ ഇനി എത്താൻ പോകുന്നത് ആര്യയുടെ വെള്ളപുതച്ച ശരീരമാണ്. അതിൻ്റെ നടുക്കത്തിലാണ് ഈ ഒരു കുടുംബം എന്ന് തന്നെ വേണം പറയാം. 27-ാം തീയതിയാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതാകുന്നത്. അപ്പോൾ കല്യാണം അടുത്തിരിക്കുന്നതിനാൽ തന്നെ പോലീസ് വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു അന്വേഷണം. അത് അവരുടെ വീട്ടുകാരുടെ നിർബന്ധനം മൂലമാകാം. വളരെ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ ആര്യയുടെ തിരോധാനം അന്വേഷിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ വളരെ ഞെട്ടലോടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആര്യയുടെ വീട്ടിലേക്ക് ആര്യ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു ഞെട്ടലുള്ള ഒരു വാർത്ത വന്നത്. അപ്പോൾ അതിനുശേഷം അവരുടെ ബന്ധുക്കളെല്ലാം അരുണാചലിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസും പുറപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം എത്തുക. ഇന്ന് ബുധനാഴ്ച, ഇന്ന് വിട്ടു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മൃതദേഹം എപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത് വ്യക്തമല്ല. കാരണം വളരെ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു മരണമാണ്. 3 പേരുടെയും ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവുകൾ ഉണ്ടാക്കി, വളരെ ആഴത്തിലുള്ള ഒരു ആയുധം ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കി 3 പേരും കൈഞ്ഞരമ്പ് മുറിച്ച് രക്തം വാർന്നാണ് 3 പേരും മരിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും, നമുക്ക് അവരുടെ ബന്ധുക്കളുടെ അടുത്തു നിന്നെല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ എല്ലാം തന്നെ ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു സൂചനയും ആര്യയുടെ സ്വഭാവത്തിലോ കല്യാണത്തിൻ്റെ ദിവസങ്ങൾ അടുത്തു യാതൊരു തരത്തിലുള്ള ഒരു സംശയമൊന്നും തന്നെ അവർക്ക് ഇത്രയും ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ അടക്കം ചോദിച്ചപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള, പക്ഷേ എന്നിരുന്നാലും അധികം സൗഹൃദങ്ങളൊന്നും ഈ നാട്ടിലില്ല എന്നവർ പറയുന്നത്. ആകെ കൂടി ഈ സൗഹൃദം ഈ പറയുന്ന ദേവിയുമായിട്ടായിരുന്നു. അവർ 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ടോ എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു നടുക്കത്തിലാണ് ഈ ഒരു കുടുംബം. എത്രയും പെട്ടെന്ന് തന്നെ നടപടികളെല്ലാം കഴിഞ്ഞ് മൃതദേഹം വിട്ടുതരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. മാത്രമല്ല ഒരുപാട് ദുരൂഹതകളാണ് ബാക്കിയാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു വ്യക്തമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പോലീസ് ഇപ്പോൾ വന്നിട്ട് പോയല്ലോ, കണ്ടില്ലേ? അത് പോലീസിന് അവർക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അവരവിടെ ഇവിടുന്ന് പോയ പാർട്ടി അവിടെ എത്തിയിട്ടില്ല. പോലീസ് പാർട്ടിയും റിലേറ്റീവ്സും പോയിട്ടുണ്ട്. അവർ ഗോഹട്ടിലെത്തിയേ ഉള്ളൂ. മിക്കവാറും വൈകുന്നേരത്തോടുകൂടിയൊക്കെ സ്പോട്ടിലെത്തത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റും. ബാക്കി ഈ ചാനലിൽ കണ്ടതും പത്രത്തിൽ കണ്ടതുമൊക്കെ നമുക്ക് അറിയുള്ളൂ. അതാണ് അറിയേണ്ടത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം ഒരു പോലീസുമായിട്ട് ആലോചിച്ച് അവിടുത്തെ SP ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൊക്കെ ചെയ്യുള്ളൂ. ഇവിടുന്ന് പോയിട്ടുണ്ട്. ബന്ധുക്കൾ, കുട്ടിയുടെ മാമനും മാമൻ്റെ കസിനും ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കാര്യങ്ങൾ നടക്കുകയായിരുന്നു. എല്ലാം ആയി. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹകരിച്ചതിന് വേണ്ടി നിന്നതാണ്. സാരി എടുക്കുന്നതിനും മറ്റു കാര്യങ്ങളും ബ്ലൗസിൻ്റെ അളവ് കൊടുക്കുന്നതിനും ഒക്കെ വളരെ ഇതായിട്ട് നിന്നത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു സൂചനയില്ല. അങ്ങനെയുള്ള ഒരു വേറൊരു ബാഡ് ഹാബിറ്റ്സുള്ള കുട്ടിയല്ല. റിലേറ്റീവ് ആയതുകൊണ്ട് പറയല്ല. വളരെ ക്വയറ്റാണ്. ആരോടും ടീച്ചറാണ്. ആ ഒരു ഇതുണ്ട്. ആരെ കണ്ടാലും വളരെ ബഹുമാനമാണ്. ഇങ്ങനെ ഒരു ഇത് അതിനകത്ത് ഉള്ളിൽ ഒളിച്ചിരുന്നെന്നോ ഇനി ആരെങ്കിലും പ്രേരിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് സംശയമുണ്ട്. അങ്ങനെ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരു ഇറങ്ങി നടന്നൊരു സോഷ്യൽ ഇതുള്ള അല്ല. അത്ര കുഴപ്പമുള്ളതല്ല. 27-ാം തീയതിയാണ് ഇപ്പോൾ കാണാതായത്. അതിന് മുമ്പ് അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും ഞാൻ കണ്ടിരുന്നു. അവിടെ വരാമല്ല, എന്താവശ്യം ഉണ്ടെങ്കിലും വരും.
അന്നും ഇവർ അച്ഛനും അമ്മയും പുറത്ത് വേറെ ആവശ്യത്തിന് പോയപ്പോൾ ഈ കുട്ടി ഇറങ്ങി തന്നെ പോയത്. പക്ഷേ അത് ആ സ്പോട്ടിലെത്തിയില്ല, സ്കൂളിലെത്തിയില്ല. അപ്പോൾ അതിനു മുമ്പേ അവർ പ്രീ പ്ലാൻഡ് ആയിരുന്നിരിക്കണം. ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് റിസർവ് ചെയ്ത് പോകണമെങ്കിൽ പ്രീ പ്ലാൻഡാണ്. പക്ഷെ അങ്ങനെ ഒരു സൂചന ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. ആരും മുൻപേ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണോ? അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകാൻ വഴിയില്ല. വീട്ടുകാർ അറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നെങ്കിലും കാര്യങ്ങൾ അല്ല, പോകണമെങ്കിൽ അവർ വീട്ടുകാർ ഒരുമിച്ച്, ഒരു മോളല്ലേ ഉള്ളൂ, എവിടെ പോകണമെങ്കിലും അവർ ഒരുമിച്ചേ പോകത്തുള്ളൂ. അത് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സ്വഭാവം ഇല്ല, ഫ്രണ്ട്സുമായിട്ടും ഇങ്ങനെ കറങ്ങുന്ന സ്വഭാവം ഇല്ല. വീട്ടുകാരുടെ സമ്മതത്തോടെ അവരും കൂടെ പോയേ പോകത്തുള്ളൂ. അവർക്ക് വേറെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല. ഉള്ള മാമനൊക്കെ വളരെ നല്ല സെറ്റപ്പ് ഉള്ള പാർട്ടിയാണ്, നല്ല കുറേ സുഹൃത്ത് വലയൊക്കെ ഉള്ളതാണ്, അങ്ങനെയൊന്നും പോകത്തില്ല. അത് ആ ടീച്ചർ ദേവി എന്ന് പറഞ്ഞാണ് ആ സ്കൂളിലെ ടീച്ചർ. അതൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അവരിനി എന്തെങ്കിലും പ്രേരണ കൊടുത്താണോ ആ ഫ്രണ്ട്ഷിപ്പ് വളരെ അടുത്തു. അതിലെന്താണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. സാധാരണ ഫ്രണ്ട്സാണ്, അത് കവിഞ്ഞിനി അവരൊക്കെ എന്താണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. വീട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അവരങ്ങനെ സംശയിക്കത്തക്ക പ്രവൃത്തിയൊന്നും ഇല്ല. പിന്നെ ഫോൺ ഇരിക്കുകയല്ലേ, ഫോണിൽ കൂടെ ആക്കി വന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ അത് അറിയത്തില്ല. പരിചയമുള്ളതാണ്. കൂടുതലായിട്ട് തിരക്കാനും പോയിട്ടില്ല. കാര്യം അറിയാമെന്നുള്ള കൂടെ ഉള്ള വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നവീൻ എന്ന് പറയുന്ന ആളായിട്ട് അറിയാം, എൻ്റെ ഹസ്ബൻഡാണെന്ന്. പക്ഷെ പുള്ളിയുടെ അത്ര കോണ്ടാക്റ്റ് കൂടുതലില്ല. പക്ഷെ അറിഞ്ഞിടത്തോളം പുള്ളി അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ്. എൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും വലിയ അതിന് കണക്ഷൻ ഇല്ല, അടുപ്പമില്ല. അതിൻ്റെ ഒരു പോക്ക് വേറെയാണ്. അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുന്നു. വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ നവീൻ എന്ന് പറയുന്നത്? വീട്ടിൽ വന്നിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിൻ്റെ ജാതകവും കുടുംബം കിടന്നപ്പോൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അവരൊക്കെ അറിയാമെന്നുള്ള പാർട്ടിയാണ്. അല്ല വേറെ ഒന്നുമില്ല, അടുത്ത് അറിയാമെന്നുള്ള സുഹൃത്തുക്കളാണെന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. പ്രതീക്ഷിച്ചില്ലെങ്കിലേ നമ്മളത് ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള യാതൊരു സംശയത്തൊക്കെ ഒരു പ്രവൃത്തിയില്ല, ഇല്ല. യാതൊരു തരത്തിലൊരു സൂചനയും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഗുരുതര കോപം പറഞ്ഞ് എല്ലാം അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ കാണാതെ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നത്, അല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ആയി. ഇനി അടുത്ത മാസമാണ് എല്ലാം. പക്ഷേ ഇത് സംഭവിക്കുമെന്നുള്ള ആർക്കും ഒരു മനുഷ്യന് ഈ ഫാമിലിക്ക് ഒട്ടുമേ അറിയാൻ പോകില്ല. വലിയ ഫാമിലിയാണ്, ഞാൻ അതിൽപ്പെട്ടത് ഒരാളാണ്. അപ്പം എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നുള്ള ആർക്കും അറിയാൻ വയ്യ. അത്ര ഡീസൻ്റായിട്ടാണ് വളർന്നതും ഇതുവരെ ഉള്ള കാര്യം. ഇങ്ങനെ ഒരു ടൂർ പോയവരും തന്നെ കൊടുക്കും അറിയാൻ ബുദ്ധിമുട്ടായിട്ടില്ല സാർ. അങ്ങനെ എല്ലാം നമുക്കും അത് അറിഞ്ഞപ്പോഴാണ്. ഈ പറഞ്ഞ മറ്റു രണ്ടുപേരില്ലേ, അവരിവിടെ വന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരു പ്രാവശ്യം വണ്ടിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ പിന്നെ ബാക്കിയുള്ള എന്തിനാണ് വരുന്നത് വെച്ചാൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു മനുഷ്യൻ ഈ ലൊക്കേഷനിലുള്ള ഒരു മനുഷ്യൻ ആരും ചെക്ക് ചെയ്യില്ല. അതെ, ഒരു സംശയം ഈ പ്രദേശങ്ങളിൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. വേറെ കൂട്ടിനൊന്നും പോവില്ല. എന്നുവെച്ചാൽ അത്രയും ഡീസൻ്റായിട്ടാണ്. സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് വന്നാലും ജോലിക്ക് പോയിട്ട് വന്നാലും വീട്ടിൽ ഇരുന്നുള്ള കാര്യങ്ങളല്ല. അല്ലാതെ നാട്ടിൽ ആർക്കും ഒരു ഒഴിവ് ദിവസം കിട്ടുമ്പോൾ ഈ പുറത്ത് പോവുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നല്ല പെരുമാറ്റമുണ്ട്, നല്ല പെരുമാറ്റമുണ്ട്. അങ്ങനെ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്രയും നല്ല ഡീസൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന വലിയ ഫാമിലിയാണ്. അവർക്ക് കൊച്ചുനാളിലെ വേർതിരിഞ്ഞ് പോയാൽ ആ ഫാമിലിക്ക് ബാധിക്കും. അതുകൊണ്ട് അവർ അത്രയും നല്ല രീതിയിൽ തന്നെ വളർത്തിയതും, അതുകൊണ്ട് ഗുരുതര കോപം പറഞ്ഞതെല്ലാം തന്നെ കാര്യം, വേറെ കാര്യങ്ങളൊന്നുമില്ല.